ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വരാൽ ബ്രീഡിംഗ് ആണ്. വരാൽ ബ്രീഡിങ്ങിനെ പറ്റി പഠിക്കാൻ ഒരുപാട് പേര് താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ വരാൽ ബ്രീഡിങ്ങിൻ്റെ സീരീസാണ് ഇത്. പാർട്ട് 1 ആണ്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വരാലിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനാണ്. ഒരു പരിധി വരെ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ചിലത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫീമെയിലിനെയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഫീമെയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ വയറുഭാഗം കുറച്ച് വീർത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. തലയും ഉടലും വെച്ച് നോക്കുമ്പോൾ വയറ് കുറച്ച് വീർത്തിട്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഒരു ഫീമെയിലാണ്. നിങ്ങൾ കൊട്ടുന്നോണ്ടത്തിട്ട് ഞാൻ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ വയറുഭാഗം നോക്കി നോക്കിയാൽ കുറച്ച് ഇങ്ങനെ ബൾജായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ബൾജായിട്ട് തൊടുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ പഞ്ഞി പോലെ വരെ വയറിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരു ഫീമെയിലാണ്. അപ്പോൾ ഫീമെയിലെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അബ്ഡോമൻ നോക്കലാണ്. അതായത് വയറുഭാഗം നോക്കുമ്പോൾ ഇങ്ങനെ ഇതേ കാണുന്ന പോലെ വീർത്തിരിക്കും. അതാണ് ഫീമെയിൽ നോക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ആ മീനൊരു വർഷം അല്ലെങ്കിൽ ഒരു 8 മാസമെങ്കിലും ആയിരിക്കണം. തൂക്കം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 900 അല്ലെങ്കിൽ ഒരു 600 ഗ്രാം, 900, 700, 800 ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് എഗ്ഗ് ആയി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വയറ് വീർത്ത് കാണിക്കും. പിന്നെ ഇനി മെയിലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫീമെയിലാണ്. നിങ്ങൾക്ക് പൊക്കത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. തലഭാഗവും ഉടൽ ഭാഗവും ഏതാണ്ട് ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതെല്ലാം ഫീമെയിലാണ്. പിന്നെ ഫുഡ് കൊടുത്തിട്ടുള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാവാൻ. പിന്നെ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, 2 ഹോളാണ് ഇവരുടെ ജെനിറ്റൽ ഭാഗം, അതായത് ഇവരുടെ ഇന്ദ്രിയ ഭാഗത്ത് ഉള്ളത് 2 ഹോളാണ്. ഫീമെയിലിന് 2 ഹോളാണ് ഉണ്ടായിരിക്കുക. ഒന്ന് ഇവരെ വേസ്റ്റ് പോകാനും മറ്റത് ഇവരെ എഗ് ലേ ചെയ്യാനുള്ള ഹോളും. എഗ് ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സൈസ് ആവണം. നമുക്ക് ഈ ഒരു 600 ഗ്രാമിലൊന്നും ബ്രീഡ് ചെയ്യാം. പൊതുവെ 600 ഗ്രാമിലെല്ലാം നാടൻ വാല് ബ്രീഡാകും. പക്ഷേ വിയറ്റ്നാം അങ്ങനെയല്ല, ബ്രീഡ് ആവുന്നതാണ്. പക്ഷേ ഒന്നും കൂടി ഒരു സേഫർ സൈഡ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൈസ് ആവണം. ഇത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊരു മെയിലാണ്. ഇതൊരു മെയിലെന്ന് പറയാൻ കാരണം ഒന്ന് അതിൻ്റെ വേസ്റ്റ് പോകാനുള്ള ഹോളും, രണ്ടാമത് അതിൻ്റെ ജെനിറ്റൽ പാപ്പിലാണ്. അതായത് അത് കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കുക, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു തരം ഇതുപോലെ. ഇത് നോക്കിയാലും ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. കണ്ട, ഫീമെയിലിൻ്റെ റൗണ്ടായിട്ട് റെഡായിട്ടും വയറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് തടിച്ചു കൊണ്ടിട്ടും മെലിഞ്ഞിട്ടുമാണ്. ഇതാണ് ഏറ്റവും സാധാരണക്കാർക്ക്, അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി ആ ഒരു മെത്തേഡിലാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ജെനിറ്റൽ നോക്കി മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുറച്ച് സൈസ് വേണം. കാരണം എന്നാലേ ആ ഒരു പാർട്സൊക്കെ കുറച്ച് മെച്ചുവേർഡ് ആവുള്ളൂ നമുക്ക്. പക്ഷേ ഒട്ടുമിക്ക കർഷകരും ഇതിന് തഴമ്പ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒട്ടും കൂടുതൽ മനസ്സിലാവും കേട്ടോ. തല നോക്കി നമുക്ക് മനസ്സിലാവും. തല നോക്കിയാലും മനസ്സിലാവും. തല കുറച്ച് കൂർത്തിട്ടൊന്നായിരിക്കുന്നുണ്ടാവുക മെയിലിൻ്റെ. ഫീമെയിലിൻ്റെ കുറച്ച് കൂർത്തിട്ടും പിന്നെ താഴത്തേക്ക് എത്തുമ്പോൾ കുറച്ച് ഇതായിട്ടായിരിക്കും ഉണ്ടാവില്ല. വയറുഭാഗവും തലഭാഗവും ഏതാണ്ട് ഒരുപോലെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ പിടിച്ചിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞത് ഏതായിരിക്കും? കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? സൈസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? മെയിലാണോ ഫീമെയിലാണോ? അതൊരു ഫീമെയിലാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. വയറുഭാഗം കണ്ടില്ലേ, കുറച്ചിങ്ങനെ അബ്ഡോമൻ വീർത്തിട്ടാണ് ഇരിക്കുക. അതാണ് ഇത്. ഈ വരാലിന് നമ്മളെപ്പോഴും ബ്രീഡ് ചെയ്യാൻ എടുക്കുമ്പോൾ കുറച്ച് സൈസിലാണ് നോക്കിയെടുക്കുക. നാടൻ വരാലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വിയറ്റ്നാമിൻ്റെ. നാടൻ വരാൽ നമുക്ക് അറിയാം, അതൊരു 250 ഗ്രാം 400 ഗ്രാം ആകുമ്പോഴത്തേക്കും അത് ബ്രീഡായി തുടങ്ങും. അത് നാച്ചുറലി ബ്രീഡ്. നമ്മൾ ഇൻഡ്യൂസ് ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി ഹോർമോൺ കൊടുത്തിട്ടുള്ള ബ്രീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒരു പിക്ചറും കൂടി ഞാൻ കാണിച്ചു തരാം. അത് കണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കൂ, തലഭാഗം കണ്ടില്ലേ? മെയിലും ഫീമെയിലിൻ്റെയും തലഭാഗം. ഇവിടെ നിങ്ങൾക്ക് മെയിലും ഫീമെയിലിൻ്റെ തലഭാഗം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ മെയിലിൻ്റെ തലഭാഗം കുറച്ച് കൂർത്തിട്ടും ഫീമെയിലിൻ്റെ കുറച്ച് കൂർത്തിട്ടാണ് താഴോട്ട് വരുമ്പോൾ ഉരുണ്ടിട്ടാണ് വരുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറ, ഇതെന്താണ്? ഇതൊരു മെയിലാണോ ഫീമെയിലാണോ? ഇതൊരു ഫീമെയിലാണ്. അതിൻ്റെ കാട്ടമാണോ വന്നത്, അതിൻ്റെ വേസ്റ്റാണോ വന്നിട്ടുള്ളത്? ഫുഡ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു ഫീമെയിലാണ്. അതിൻ്റെ രണ്ടാമത്തെ ഹോൾ ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഈ വരാലിൻ്റെ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ 1-2 വട്ടം നിങ്ങൾ തന്നെ കയ്യിലുള്ള വരാൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അതിപ്പോൾ ആരായാലും മുതിർന്നവരായാലും
കുട്ടികളായാലും ആര് ചെയ്യുന്നതാണെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം, അതായത് ഇതിൻ്റെ ജെനിറ്റൽ പാപ്പിലെ നോക്കിയിട്ട് മനസ്സിലാക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ട് മനസ്സിലാവുക കാറ്റ് ഫിഷുകൾക്കാണ്. മുഷിഭാഗത്തിൽ പെട്ടവർക്കാണ് നമുക്ക് ഈ പറയുന്ന പോലെ ആണിൻ്റെ ജെനിറ്റൽ ഭാഗം കുറച്ച് പൊന്തിയിട്ടും ഫീമെയിലിനെ കുറച്ച് കുഴിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നോക്കുകയെന്നുണ്ടെങ്കിൽ കാറ്റ് ഫിഷിലാണ്. വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബ്രൂഡ് ഐഡൻറ്റിഫിക്കേഷനാണ്, മെയിലും ഫീമെയിലും. ഇനി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്നും കൂടി വലിയ സൈസ് വരാലിന് കിട്ടുമെന്ന് നോക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വരാലിനും ബ്രീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വരാലിനും ബ്രീഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നാടൻ വരാലിന് എടുക്കാൻ നോക്കുക. വിയറ്റ്നാം വരാലിന് നമ്മൾ ബ്രീഡ് ചെയ്യാൻ നമുക്ക് കിട്ടാനുണ്ട്. നാടൻ വരാലിന് നമ്മൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരിക്കലും തോട്ടിൽ പോയിട്ടോ പറമ്പിലോ കുളത്തുനിന്നോ ഒരിക്കലും മീനെ പിടിക്കരുത്. അവരുടെ പ്രജനന ടൈമാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയ്യിലുള്ള നാടൻ വരാലുണ്ടെങ്കിൽ അതിനെ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബ്രീഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ നാട്ടിൽ നാടൻ വരാലിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വിയറ്റ്നാം വന്നുകൊണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമും നാടനും ക്രോസാണ് കിട്ടുന്നത്. ഒട്ടുമിക്ക സ്ഥലത്തും വിയറ്റ്നാമാണ് കിട്ടാറുള്ളത്. കാരണം വിയറ്റ്നാമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം നാടൻ്റെ 2 ഇരട്ടി കുഞ്ഞുങ്ങൾ വിയറ്റ്നാമിൻ്റെ. അപ്പോൾ വിയറ്റ്നാമിൻ്റെ പോപ്പുലേഷൻ കുറച്ച് കൂടും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നാടൻ വരാലിനെ ബ്രീഡ് ചെയ്യാൻ നോക്കുക. ബാക്കി ഇഞ്ചക്ഷൻ്റെ കാര്യം, ഹോർമോൺ ഇൻഡ്യൂസിങ്ങും ബാക്കിയുള്ള കെയറും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വരും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ പാട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് ചോദിക്കുക. പിന്നെ ആരെങ്കിലും ബ്രീഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക.